ഹലോ മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. മക്കളെ ഉഷാറല്ലേ? എക്സാമൊക്കെ അടിച്ചു പൊളിക്കണം. നമുക്ക് നിങ്ങൾ എക്സാമിന് എന്തായാലും ഉറപ്പ് വരാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അസ്ലം സർ പറയാൻ പോകുന്നത്. റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ അഥവാ സമീകൃത രാസസമവാക്യം. അപ്പോൾ അത് സെറ്റാക്കാം. മക്കൾ ആദ്യം ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പടാ എന്താണ് ബാലൻസിങ്? നിങ്ങളുടെ എക്സാമിന് എന്തായാലും ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ളതാണ് റിഡോക്സിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്നെ ആലോചിക്കണം. അതുപോലെ തന്നെ എജുപോർട്ടിൽ നിങ്ങൾ ആലോചിക്കുക. അത്ര തന്നെ ഇതെന്തായാലും വരട്ടെ. 100% ഞാൻ ഉറപ്പുതരാം നിങ്ങൾക്ക് ബാലൻസിങ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അസ്ലം സർ ഇവിടെ തന്നിട്ടുള്ളത്. H2+Cl2 ഇങ്ങനെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് അധികം വരുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി വരൂല എന്നല്ല, പക്ഷെ അധിക എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. അപ്പോൾ അതിലുള്ള 2-3-4 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 9th പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ചെയ്യാൻ മാക്സിമം 2 വെച്ചാണ് ചെയ്യാനുള്ളത്. 2 വെച്ച് ചെയ്യാത്തല്ലാത്തതുണ്ട്, നമുക്ക് പറയാം. 2 വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തരിക. സാറേ എന്താണ് 2 വെച്ചോ? അതെന്താ നോക്കടാ. ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊരു 4-5 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? എടാ ഇവിടെ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, H2+Cl2 gives HCl. നിങ്ങൾക്കറിയാം റിയാക്റ്റന്റിൻ്റെ ഭാഗത്തും പ്രോഡക്റ്റിൻ്റെ ഭാഗത്തും ഈക്വലായി നിൽക്കണം, 2 ഭാഗത്തും ബാലൻസ് ആയി നിൽക്കണം. എൻ്റെ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നോക്കുക, പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് ആൻസർ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? 2. എത്ര ക്ലോറിൻ ഉണ്ടടാ? 2. അപ്പോൾ ഈ 2 ആൾക്കും എന്താ കിട്ടിയത്? 2 ആണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജനും 2, ക്ലോറിനും 2. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജനും ക്ലോറിനും എന്ത് കിട്ടണം? 2 കിട്ടണം. അപ്പോൾ സാറേ ഇങ്ങനെ 2 ആണ് ഇട്ടാൽ പോരെ വെച്ചു. അങ്ങനെയല്ല, അങ്ങനെ ചെയ്ത് നമ്മൾ മാക്സിമം പിസ്ക്കണം. മാക്സിമം പിസ്ക പറയുമ്പോൾ 2 ആൾക്കും കൊടുക്കുന്ന രീതിയിൽ ഒന്ന് കൊടുക്കണം. ഒരിക്കലും അടിയിലോ മുകളിലായിട്ട് കൊടുക്കരുത്. ഇതിൻ്റെയൊക്കെ മുന്നേ കൊടുക്കണം. അങ്ങനെ സാറെ കൊടുക്കുക. നോക്കിക്കോട്ടാ, എച്ചിനും കിട്ടണം, Cl-നും കിട്ടണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 അല്ല ഇട്ട് കൊടുത്ത് ആ 2 ഹൈഡ്രജനും കിട്ടും, ക്ലോറിനും കിട്ടും. അങ്ങനെ ഞാൻ ചോദിക്കട്ടെടാ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. എത്ര ക്ലോറിൻ ഉണ്ട്? 2. അങ്ങനെയാണ് എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എത്ര ഹൈഡ്രജനാ? 2 അല്ലേ? അപ്പോൾ ഹൈഡ്രജനും 2, ക്ലോറിനും 2. സോ ഇത് രണ്ടും എന്താണ്? ബാലൻസ് ആയി. അപ്പോൾ റിയാക്റ്റിൻ്റെ ഭാഗത്തും പ്രോഡക്റ്റിൻ്റെ ഭാഗത്തും ഈക്വൽ ആയില്ലേ? എന്ത് കൊടുത്തുകൊണ്ട്? 2 കൊടുത്തുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യണത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ബാലൻസിങ്ങിന് മാക്സിമം ചോദിക്കുക എന്ത് വെച്ചിട്ടാണ്? 2 വെച്ചിട്ടാണ്. നമുക്ക് നോക്കല്ലേ, ഇവിടെയും 2 വരുന്നുണ്ടോ നോക്കല്ലേ? വാടാ എന്നാൽ മെഗ്നീഷ്യം നോക്കിക്കോടാ. മെഗ്നീഷ്യം, എടാ ഇവിടെ എത്ര മെഗ്നീഷ്യം ഉണ്ട്? മെഗ്നീഷ്യത്തിൻ്റെ ഭാഗത്ത് 1 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ആണ്. ഇവിടെ 1, 2. എന്നാൽ ഇവിടെ മെഗ്നീഷ്യം എത്രയടാ? 1 ആണ്. ഓക്സിജൻ എന്താണ്? 2 ആണ് കിട്ടേണ്ടത്. ബട്ട് ഇവിടെ ഉള്ളത് എന്താണ്? ഇവിടെ ഉള്ള ഓക്സിജൻ 1 ആണ്. ഇവിടെ ഓക്സിജൻ 2 ആയ സ്ഥിതിക്ക് ഇവിടുത്തെ ഓക്സിജനും 2 കിട്ടണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? സാറേ ഓക്ക് മാത്രം 2 ഇട്ട് കൊടുത്താൽ പോരെ? അങ്ങനെ ചെയ്താൽ പോരെ? എടാ ഇവിടെ മാത്രം 2 ഇട്ട് കൊടുക്കരുത്, അതിനൊക്കെ മുന്നിട്ട് കൊടുക്കണം. ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ മക്കളെ ആ 2 ആർക്കൊക്കെ കിട്ടും? MGക്കും കിട്ടും, ഓക്കും കിട്ടും. എന്നാ പറഞ്ഞോളിടാ, എത്ര MG എത്ര O ഉണ്ട് ഇവിടെ? ഈ 2 MGക്കും കിട്ടും, ഓക്കും കിട്ടും. അപ്പോൾ 2 MG 2 O. അപ്പോൾ 2 MG 2, ഓയും 2. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ O 2 ആണ്. അപ്പോൾ സാറേ ഇവിടെ O 2 ആണ്. അപ്പോൾ ഇവിടുത്തെ MGക്കും നമുക്ക് 2 ആക്കണ്ടേ? യെസ്, അതും 2 ആക്കണം. അത് 2 എങ്ങനെ ആക്കുക? ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതി. ശരിയല്ലേ? അപ്പോൾ 2 MG 2 ഓക്സിജൻ, 2 MG 2 ഓക്സിജൻ, ഒക്കെ 2 ഒക്കെ 2 വെച്ചിട്ടാടാ. ഇനി മനസ്സിലാവാത്തവർക്ക് നമുക്ക് നോക്കാം ഈ 2 ക്വസ്റ്റ്യൻ. ഇതോടുകൂടി എല്ലാം ക്ലിയർ ആവും നിങ്ങൾക്ക്. നോക്കടാ, C+O2 CO. എടാ ഇവിടെ C എത്ര തന്നത്? C തന്നത് എത്ര? 1 ആണ്. O തന്നത് 2 ആണ്. എന്നാൽ ഇവിടെ C തന്നത് 1 ആണ്, O തന്നതും 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിജന് 2 കിട്ടിയ സ്ഥിതിക്ക് ഇവിടുത്തെ ഓക്സിജന് 2 കിട്ടണ്ടേ? എന്താടാ ചെയ്യുക? നമ്മൾ 2 ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു ഒക്കെ 2 വെച്ചിട്ടാണ്. ആ 2 ഇവിടുത്തെ Cക്കും കിട്ടും, ഓക്കും കിട്ടും. എന്നാ പറഞ്ഞോളി മക്കളെ, പറഞ്ഞോളിടാ. എത്ര C ഉണ്ടടാ? എത്ര C ഉണ്ട്? Cയും 2, ഓയും 2. അപ്പോൾ എത്രയാണ് പറഞ്ഞോളി മക്കളെ? Cയും 2, ഓയും 2. അപ്പോൾ 2 പേര് 2 ആയി. ഇവിടെ O ഓൾറെഡി 2 ആണ്. ഇനി ഇവിടുത്തെ Cക്കും 2 കിട്ടണം. എന്ത് ചെയ്യും? Cൻ്റെ മുന്നേ എന്തിട്ട് കൊടുത്താൽ മതി? 2 ഇട്ട് കൊടുത്താൽ മതി. യെസ്, അപ്പോൾ Cൻ്റെ മുന്നേ ഞാൻ 2 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര C ആയടാ? 2C. എത്ര O ആയടാ? 2O. ഇവിടെ എത്ര C ആടാ? 2. അവിടെ എത്ര O ആ? 2. 2. ഞാൻ പറഞ്ഞു നിങ്ങളോട് എല്ലാം 2 വെച്ചിട്ടാണ്. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? 2. എത്ര ഓക്സിജൻ ഉണ്ടടാ? 2. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 2 ആണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും 2 ഉണ്ട് അല്ലേ? എന്നാൽ ഇവിടെ ഹൈഡ്രജൻ 2 ആണ്, ഇവിടുത്തെ ഓക്സിജന് 2 ആക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ മുന്നിൽ എന്തിട്ട് കൊടുത്ത്? 2 ഇട്ടെടുത്ത്. ബട്ട് ഈ 2 ഇട്ട് കൊടുത്തപ്പോൾ ഈ 2 ഇവിടുത്തെ ഹൈഡ്രജനും കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ 2 × 2 എത്രയാടാ? 4 ആയി. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ എന്തായി? 4 ആയി.
എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഓക്സിജൻ എത്രയായി? 2. അപ്പോൾ ഓക്സിജൻ 2 ആണ്, ഹൈഡ്രജൻ 4ഉമാണ്. അപ്പോൾ ഇവിടെ ആകെ മൊത്തത്തിൽ എന്തായി? ഹലാക്കിൻ്റെ ഒലുങ്ങഞ്ഞായി അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയും 2 ആക്കണ്ടേ? ഇവിടെ 2 കൊടുത്തത് കൊണ്ട് എത്ര ഹൈഡ്രജൻ ആയടാ? 4. എത്ര ഓക്സിജൻ ആയടാ? 2. ഞാൻ പറഞ്ഞില്ലേ ഇവിടൊക്കെ നിങ്ങൾ കൊടുത്തത് എന്താണ്? 2. ഇവിടൊക്കെ കൊടുത്തത് എന്താണ്? 2. ഈ 2 കൊടുത്തപ്പോൾ 2 × 2 4, 2 × 2 4, ഓക്സിജൻ 2, ഓക്സിജൻ 2. സെറ്റില്ലേടാ? എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2 അല്ലാത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. നൈട്രജൻ 2, ഇവിടെ ആദ്യം എഴുതി തരാം. നൈട്രജൻ 2, ഹൈഡ്രജൻ 2. എന്നാൽ ഇവിടെ നൈട്രജൻ 1 ആണ്, ഹൈഡ്രജൻ 3 ആണ്. ആകെപ്പാട് ഒരു അലാക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? മക്കൾ പേടിക്കണ്ട, ഇത്ര ഉള്ളൂ, സിമ്പിള്. അതിനൊക്കെ തന്നെ അല്ലേ എസ്ലം സർ ഇവിടെ ഉള്ളത്. ഇവിടെ നൈട്രജൻ 2 ആയ സ്ഥിതിക്ക് ഇവിടുത്തെ നൈട്രജൻ 2 ആക്കണം. നമ്മൾ അതിൻ്റെ മുന്നേ എന്തിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അവിടെ മുന്നേ 2 ഇട്ട് കൊടുത്തപ്പോൾ അവിടെ എത്ര നൈട്രജൻ ആയടാ? നൈട്രജൻ്റെ സംഖ്യ എത്ര ആയി? 2 ആയി. അപ്പോൾ ഇവിടുത്തെ നൈട്രജൻ്റെ സംഖ്യ എന്തായി? 2 ആയി. അപ്പോൾ അവിടെയും നൈട്രജൻ 2, ഇവിടെയും നൈട്രജൻ 2. അപ്പോൾ നൈട്രജൻ സെറ്റാണ്. എന്നാൽ ഹൈഡ്രജൻ്റെ കേസിലോ? ഹൈഡ്രജൻ്റെ കേസിൽ 3 × 2 എത്ര? 3 × 2 എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജനും 6 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ മുന്നേ 2 ഇട്ടെടുക്കണോ 3 ഇട്ടെടുക്കണോ? ഇതുവരെ ചെയ്തതിലൊക്കെ നമ്മൾ 2 ഇട്ട് കൊടുത്തേക്കേനി. ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 3 ആണ്. ഓക്കെ, ആ തന്ന് തിരിച്ചിടുക. അപ്പോൾ 3 × 2 എത്രടാ? 3 × 2 എത്ര? 3 × 2 എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 6, ഇവിടെ 6. അപ്പോൾ എന്താ കിട്ടുക? 2 6 2 6. സെറ്റല്ലേടാ? അപ്പോൾ മാക്സിമം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വരിക. ഈ തന്ന ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് അധികം എക്സാമിനും വരാറുള്ളത്. മാക്സിമം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇതിൽ ഞാൻ തരാത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ കൈയാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? അടിയിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. മാക്സിമം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, പഠിക്കുക. ഓക്കെ, സീ യു ഡാ.